ഹലോ ആൾ, ലിറ്റിൽ ലൈഫ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാക്സിനേഷനെ കുറിച്ചാണ്. കുട്ടികളുടെ വാക്സിനേഷൻ 2 ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അതാണ് നമ്മളുടെ മാൻഡേറ്ററി വാക്സിൻസ്. എല്ലാ ഗവൺമെൻറ്റും അവരുടെ കുട്ടികൾക്ക് മാൻഡേറ്ററി വാക്സിൻസ് കൊടുക്കാറുണ്ട്. അതിലാണ് നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ വരുന്നത്. ഇനിയുള്ള വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓപ്ഷണൽ വാക്സിൻസ് അടങ്ങുന്ന ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂളാണ്. അപ്പം ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ നമുക്ക് കുറച്ച് ഓപ്ഷണൽ വാക്സിൻസ് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനെ കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം അത് ഒരുവിധം എല്ലാ പാരൻസിനും അവെയറാണ്. ഇനി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് വരുന്നത് ഓപ്ഷണൽ വാക്സിൻസിനെ കുറിച്ചാണ്. ഓപ്ഷണൽ വാക്സിൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെടുത്താലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട വാക്സിൻസ് ആണോ, അല്ലെങ്കിൽ അത് ഏതൊക്കെ വാക്സിൻസ് ആണ് എന്നുള്ള ഡൗട്ട്സാണ് നമ്മൾ കോമൺ ആയിട്ട് ആസ് എ പീഡിയാട്രിഷ്യൻ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ വാക്സിൻസ്, ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറയുന്ന വാക്സിൻസ് എന്താണെന്ന് നോക്കാം. ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗവൺമെൻറ് ത്രൂ സപ്ലൈ കിട്ടാത്ത കുറച്ച് വാക്സിൻസ് ഉണ്ട്. ആ വാക്സിൻസിനെയാണ് നമ്മൾ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷണൽ വാക്സിൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് കുറച്ച് അസുഖങ്ങൾ, സീരിയസ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ന്യൂമോകൊക്കൽ ബാക്ടീരിയ ചിലപ്പോൾ, മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ, അങ്ങനത്തെ സീരിയസ് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ചിക്കൻ പോക്സ് ചിലപ്പം ചില ആൾക്കാർക്കെങ്കിലും അത് സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഓപ്ഷണൽ വാക്സിൻസ് പൊതുവെ യൂസ് ചെയ്യാറ്. അപ്പം നമ്മൾ ഈ ഓപ്ഷണൽ വാക്സിൻസ് എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് നമ്മളുടെ കുട്ടികളെ സീരിയസ് ഇൻഫെക്ഷൻസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഒന്ന് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ആയിട്ടുള്ളത് ഒരു ഓപ്ഷണൽ വാക്സിൻ ന്യൂമോകൊക്കൽ വാക്സിനാണ്. പിന്നെ ഒരു വാക്സിൻ ഉള്ളത് റോട്ട വൈറൽ വാക്സിനാണ്. പിന്നെ ഒരു വാക്സിൻ ഉള്ളത് നമ്മുടെ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ വാക്സിനാണ്. പിന്നെയുള്ളൊരു വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ്. പിന്നെയുള്ളൊരു വാക്സിൻ ടൈഫോയിഡ് വാക്സിനാണ്. പിന്നെയുള്ളൊരു വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്. പിന്നെയുള്ളത് ചിക്കൻ പോക്സിൻ്റെ വാക്സിനാണ്. ഇത്രയും വാക്സിൻസാണ് നമ്മൾ പൊതുവെ ഓപ്ഷണൽ വാക്സിൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഓപ്ഷണൽ വാക്സിൻസ് ന്യൂമോകൊക്കൽ വാക്സിനും റോട്ട വൈറൽ വാക്സിനും കേരള ഗവൺമെൻറ് സപ്ലൈ ത്രൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ച് സംസ്ഥാനങ്ങളിൽ ഈ ന്യൂമോകൊക്കൽ വാക്സിനും റോട്ട വൈറൽ വാക്സിനും അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് ഓപ്ഷണൽ വാക്സിനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വാക്സിൻസ് ഏതൊക്കെ ടൈമിലാണ് നമ്മളത് എടുക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ന്യൂമോകൊക്കൽ വാക്സിൻ 6 ആഴ്ചയിലും 10 ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലും പിന്നെ അതിൻ്റെ ബൂസ്റ്റർ ഡോസുമാണ് സാധാരണ നമ്മൾ എടുക്കാറ്. ഇനി നമ്മുടെ ഇൻഫ്ലുവൻസ വാക്സിൻ 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ ആനുവലി, അതായത് വർഷത്തിലൊരിക്കൽ അങ്ങനെയാണ് എടുക്കാറ്. അതങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂള്. ഇനി നമ്മുടെ റോട്ട വൈറൽ വാക്സിനും 6 ആഴ്ചയിലും 10 ആഴ്ചയിലും 14ാമത്തെ ആഴ്ചയിലും പിന്നെ അതിൻ്റെ ബൂസ്റ്റർ വാക്സിനുമാണ് എടുക്കാറ്. ഇനി നമ്മളുടെ ഏറ്റവും കൂടുതൽ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചിക്കൻ പോക്സ് വാക്സിൻ ഏത് പ്രായം മുതൽ എടുക്കാൻ പറ്റും എന്നുള്ളത്. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൽ ഷെഡ്യൂളിൽ പറയുന്നത്. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസം സെക്കൻഡ് ഡോസ് നമ്മളത് ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ എടുക്കണം. പിന്നെയുള്ളൊരു വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എടുക്കാവുന്നതാണ്. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ വെരിസെല്ല വാക്സിൻ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുക്കാവുന്നതാണ്. പിന്നെയുള്ളൊരു വാക്സിൻ ടൈഫോയിഡ് വാക്സിനാണ്. അതും നമ്മൾ 15 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെയുള്ളൊരു വാക്സിൻ എന്ന് പറയുന്നത്
നമ്മുടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനാണ്, HPV വാക്സിൻ. ആ വാക്സിൻ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഈ വാക്സിൻസ് 9 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷണൽ വാക്സിൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷെഡ്യൂൾ എപ്പോഴൊക്കെയാണ് നമ്മളത് എടുക്കേണ്ടതെന്നുള്ള ഒരു ഷോർട്ട് അവയർനെസ് വീഡിയോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഗ്രൂപ്പ് സാധാരണ പോലെ 8 മണി മുതൽ 9 മണി വരെ ഓപ്പൺ ആയിട്ടിരിക്കും ഇനി മുതൽ. താങ്ക് യു.